രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാകുമോ? ഒഴിവാകും. വയനാട്ടിൽ നിന്ന് രാജിവെക്കും. പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി യോഗ്യനാണോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ കടമ നിർവഹിക്കണം. അപ്പോഴേ പ്രതിപക്ഷ നേതാവുള്ളൂ. അല്ലാണ്ട് വെറും യാത്രയും ഇതും നടത്തിയിട്ടൊന്നും കാര്യമില്ല. പ്രതിപക്ഷത്തിൻ്റെ കടമ എന്താ അത് നിർവഹിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ മറ്റേ പൗരത്വ ബില്ല് പാസ്സാക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയല്ല, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഇല്ല. അത് ഇവിടുത്തെ UDFകാർക്കും ലീഗുകാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ UDF തന്നെ ഇവിടെ ജയിക്കും. ഉപതെരഞ്ഞെടുപ്പ് വന്ന UDF ജയിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം എന്തായാലും 18 ആൾ ജയിച്ചില്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് തന്നെ ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം 18 ആൾ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ ഒരാളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. പക്ഷേ മറ്റേ ഇടതുപക്ഷത്തിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങണം, അത് നിർബന്ധമാണ്. കഴിഞ്ഞ പ്രാവശ്യം രാജ്യസഭയിൽ മറ്റേ ജോൺ ബ്രിട്ടാസിനാണ് എന്ത് കിട്ടിയത്? MP സ്ഥാനമല്ല, ഏറ്റവും കൂടുതൽ മറ്റേ രാജ്യസഭയിൽ പറഞ്ഞത് അദ്ദേഹത്തിന് അവാർഡും കിട്ടി. ഇത്രയും 18 ആളുണ്ടായിട്ട് ഇവിടെ ഒരു ഉണ്ടയുണ്ടാക്കിയിട്ടുമില്ല. അല്ല, ഇതിലേക്കായും വയനാട്ടിനേക്കായും കുറച്ചും കൂടെ മൂപ്പർക്ക് പറ്റുന്നത് പിന്നെ റായ്ബറേലിയാണ്. കാരണം വെച്ചാൽ വയനാട്ടിൽ ഇപ്പോൾ എന്തായാലും UDF എന്തായാലും ജയിക്കുന്നുള്ള കാര്യം തർക്കമില്ല. അപ്പോൾ വയനാട്ടിൽ പിന്നെ പ്രിയങ്ക ഗാന്ധിനാണ് ഇടാൻ പോകുന്നതാണ് അറിയുന്നത്. അതാകുമ്പോൾ കുറച്ച് ഉത്തമമാണ്, നല്ലതാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രതിപക്ഷ നേതാവ് ആകാനുള്ള യോഗ്യത ഉണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പോൾ ഇത്രയും വോട്ട് പിടിച്ചില്ലേ, ഇത്രയും സീറ്റ് പിടിച്ചില്ലേ, അതിൻ്റെ ഗുണമുണ്ടല്ലോ. മൂപ്പര് ഇറങ്ങി തിരിച്ചതിന് ഗുണം എന്തായാലും ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ആരായിരിക്കും? UDF തന്നെ ആയിരിക്കുമോ ജയിക്കുക? തീർച്ചയായിട്ടും UDF തന്നെ വരിക. ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് പിന്നെ പ്രശ്നങ്ങളുണ്ടല്ലോ LDFനകത്ത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നുണ്ട് അവർ. രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കണം, ഇവിടുന്ന് പോകണം. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ അവിടെ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. തീർച്ചയായിട്ടും ഇവിടെ UDF തന്നെ ജയിക്കാൻ സാധ്യത. ഇവിടെ മൊത്തത്തിലുള്ള ചർച്ച വയനാട് ഒഴിവാകുന്നല്ലേ പറയുന്നത്. അവിടെ ജയിക്കണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇപ്പോൾ ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ ജയിച്ചല്ലോ, അവിടെയും ജയിച്ചു. ഇനിയിപ്പോൾ അത് നോക്കാനാ ഇവിടെ ചെയ്ത ആൾക്കാർ മണ്ടന്മാരായി. അല്ലാതെ എന്താ, ഇനിയിപ്പോൾ അടുത്തൊരു വോട്ടും കൂടി നമ്മൾ നേരിടണം. നമ്മളെ ഒരു ദിവസം കൂടി ലീവാക്കിയിട്ട് വോട്ടിങ്ങിന് പോകണം. അടുത്തൊരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ UDF തന്നെ ആയിരിക്കും ജയിക്കുക? അല്ലല്ല, അടുത്ത പ്രാവശ്യം മാറും, ഉറപ്പായിട്ടും LDFന് കിട്ടും. പ്രതിപക്ഷ നേതാവാൻ യോഗ്യനാണ്? അതിനെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കോൺഗ്രസിൽ മൂപ്പര് തന്നെയല്ലേ ഉള്ളൂ, വേറെ ആവില്ലല്ലോ ഇപ്പോൾ കാര്യമായിട്ട്. അതിൻ്റെ ആവശ്യമൊന്നും തോന്നുന്നില്ല. കാരണം വെച്ചാൽ കുറേ നേട്ടങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നേട്ടങ്ങളുണ്ടാവും. പ്രതിപക്ഷ നേതാവാകാൻ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് നിൽക്കുകയാണെങ്കിൽ നല്ലതാണ്. നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റും. കാരണം ഭരണപരമായിട്ട് എല്ലാം അറിയുമല്ലോ, അത് നല്ലത് തന്നെയാണ്. ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ UDF തന്നെ ആയിരിക്കുമോ ഇവിടെ? പക്ഷേ അതിൽ വേറെ വടംവലി നടക്കണ്ടല്ലോ. BJP മറ്റേ മുരളീനെ രണ്ട് കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നുണ്ട്. അപ്പം എന്ത് തീരുമാനിക്കും? അതിന് കണ്ടറിയാൻ തന്നെ വേണം. ചേട്ടാ, രാഹുൽ ഗാന്ധി ജയിച്ചില്ലേ? രാഹുൽ ഗാന്ധി ജയിച്ചു. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കണോ റായ്ബറേലി ഒഴിവാക്കണോ? വയനാട് ഒഴിവാക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നിന്നല്ലേ, അതുകൊണ്ട് അതുകൊണ്ട് അയാൾ ഇവിടെ ഒഴിവാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ഒരു പരിചയ സമ്പന്നനാണല്ലോ. മിക്കവാറും പവറൊക്കെ അദ്ദേഹത്തിൻ്റെ സർവീസ് അനുസരിച്ച് കുഴപ്പമൊന്നുമില്ല. ജയിച്ചു, ഇപ്പോൾ റായ്ബറേലിയും ജയിച്ചു. ഇനി വയനാട് ഒഴിവാക്കുമോ അല്ലെങ്കിൽ റായ്ബറേലി ഒഴിവാക്കുക? എന്താ നിങ്ങൾ കരുതുന്നത്? വയനാട് ഒഴിവാക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ UDF തന്നെ ജയിക്കുള്ളൂ. ആരായിരിക്കും ഇവിടെ ജയിക്കുക വയനാട് ലോക്സഭ? അത് UDF തന്നെ ആയിരിക്കും. രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവാകാൻ കഴിവുള്ള ഒരാളാണ്. ആഗ്രഹമുണ്ട്, പ്രതിപക്ഷ ആവണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്താ വയനാട്ടിൽ നിന്ന് വിടണം, വയനാട്ടിൽ നിന്ന് പോകണം, എന്താ നിങ്ങൾ കരുതുന്നത്? വയനാട്ടിൽ നിന്ന് മാറിയിട്ട് അവിടെ നിൽക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ്. വയനാട്ടിലിപ്പോൾ പിന്നെ പ്രിയങ്ക വരുന്നാണ് പറയണത്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ UDF തന്നെ ആയിരിക്കും ഉപതെരഞ്ഞെടുപ്പിൽ വരിക?
നിർബന്ധമായിട്ട് UDF തന്നെ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകാനുള്ള യോഗ്യത ഉണ്ടോ? അതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു അഭിപ്രായമായിട്ട് അറിയില്ല. രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കുന്നതാണോ അതോ രാഹുൽ ഗാന്ധി നിൽക്കുന്നതിലും നല്ലത് വേറൊരാൾ ഇവിടെ ഉള്ള ഒരാൾ വരികയാണെങ്കിലാണ് നല്ലത്. അതിലും ഏത് പാർട്ടീൻ്റെ ആളായാലും കുഴപ്പമില്ല.